ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അത് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമ. മമ്മൂക്കയുടെ ബ്ലാക്ക്. മമ്മൂക്ക കാരിക്കാമൂർ ഷൺമുഖനായിട്ട് തകർത്ത് താണ്ഡവമാടിയ ഒരു ചിത്രമായിരുന്നു ഇത് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ. പടം സൂപ്പർ ഹിറ്റായ സിനിമയാണ്. നമുക്കവിടെ ഒരു വെറൈറ്റി കഥാപാത്രം, നമുക്ക് ഏത് സിനിമ കണ്ടു കഴിഞ്ഞാലും ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഫ്രഷ്നെസ്. അപ്പോൾ അതുപോലത്തെ ഒരു ഫ്രഷ്നെസ് ഉള്ള അല്ലെങ്കിൽ വെറൈറ്റി ഉള്ള ഒരു സിനിമ ആയിരുന്നു ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ. മമ്മൂക്കാടെ ആ റോള് എന്ന് പറഞ്ഞാൽ ഗെറ്റപ്പ് റോള്, പ്രത്യേകത ലുക്കും ഒരു സംസാര ശൈലിയും ആ ലെവലിൽ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി, ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള അഭിനയങ്ങളാണ് ഓരോ സിനിമയിലും നമുക്ക് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിലധികമുള്ള അഭിനയങ്ങളും ആര് കാഴ്ചവെക്കുന്നുണ്ട്? മമ്മൂക്ക കാഴ്ചവെക്കുന്നുണ്ട്. അഭിനയത്തിന്റെ മഹാപ്രതിഭല്ലേ, മഹാ അത്ഭുതം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട, മമ്മൂക്കാനെ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. കാരണം മമ്മൂക്ക അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് കാണിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? മമ്മൂക്ക. ഈ റോള് ചെയ്യ്, അല്ലെങ്കിൽ ആ റോള് ചെയ്യ്, ഈ സീൻ ചെയ്യ്, ആ സീൻ ചെയ്യ് എന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ, അതുകൊണ്ടാണ് എന്ത്, പൂർണ്ണ രൂപത്തിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു മഹാനടൻ. നടന്മാർ ഒരുപാടുണ്ടെങ്കിലും പ്രത്യേക റോളുകൾ അല്ലെങ്കിൽ പ്രത്യേക ക്യാരക്ടറുകൾ പ്രത്യേക ലെവലിൽ ചെയ്യാൻ കഴിവുള്ള ഒരു പ്രത്യേക തരം മഹാപ്രതിഭാസമാണ് ആര്? മമ്മൂക്ക. മഹാപ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാപ്രതിഭാസം, മാജിക്, ഒരു വെറൈറ്റി തരം മാജിക് എന്നൊക്കെ പറയില്ലേ. ജനങ്ങൾ അന്താളിച്ച് പോകുന്ന ലെവലിൽ ജനങ്ങൾ അന്തം വിട്ടു പോകും. ആ നിലക്കുള്ള പെർഫോമൻസ്, മാസ് പെർഫോമൻസ്, ക്ലാസ് പെർഫോമൻസ്, ഏത് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാലും മമ്മൂക്ക വെറൈറ്റിയിലൂടെ ജനങ്ങളെ അമ്പരപ്പിക്കുകയാണ്. അപ്പൊ അതുപോലത്തെ ഒരു സിനിമ ആയിരുന്നു എന്ത്, ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമ, കാരിക്കാമൂർ ഷൺമുഖൻ. അപ്പൊ ആ ഷൺമുഖൻ അതായിട്ട് 22 വർഷത്തിന് ശേഷം മമ്മൂക്ക വീണ്ടും വരികയാണ് ഷൺമുഖനായിട്ട്. സംഭവം ഗസ്റ്റ് റോളാണ് എങ്കിലും ആ ഗസ്റ്റ് റോൾ ഒരു കിടിലൻ റോൾ തന്നെയാണ്. ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടിലൻ റോൾ തന്നെയാണ്, ചില്ലറ ഐറ്റംസ് അല്ല. വെറൈറ്റി, മലയാളികൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വെറൈറ്റി. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമ കാണാത്തവരായിട്ട് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ആ ബ്ലാക്ക് സിനിമയ്ക്ക് ഒരു വെറൈറ്റിയിലൂടെയാണ് മമ്മൂക്ക ഈ ഇതിൽ വരുന്നത്. അങ്ങനെ മമ്മൂക്ക വെറൈറ്റിയിലൂടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് വെറൈറ്റിയിലൂടെ വരുന്ന സമയത്ത്, വെറൈറ്റി ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് വെറൈറ്റിയിലൂടെ വരുമ്പോൾ ആ പടം സൂപ്പർ ഹിറ്റായിരിക്കും. എന്താണ്, ജനങ്ങൾ വെറൈറ്റി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വെറൈറ്റിയിലൂടെ വരുന്ന സമയത്ത് ആ പടം സൂപ്പർ ഹിറ്റായിരിക്കും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. അപ്പോൾ മമ്മൂക്കാടെ വെറൈറ്റി വരവിനായിട്ടാണ്. ഷൺമുഖന്റെ ഷൂട്ടൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. തുടരിലത്തെ വില്ലൻ തന്നെയാണ് ഇതിലത്തെ നായകനായിട്ട് വരുന്നത്. അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക്, മലയാളികൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ സമ്മാനവുമായിട്ടാണ് മമ്മൂക്കയുടെ ഈ രണ്ടാം വരവ്. ബ്ലാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം, ഈ 22 കൊല്ലത്തിന് ശേഷം കാരിക്കാമൂർ ഷൺമുഖനായിട്ട് മമ്മൂക്ക വീണ്ടും സ്ക്രീനിൽ എത്തുകയാണ്. അപ്പം പടം വൻ ഹിറ്റായി മാറട്ടെ, സൂപ്പർ ഹിറ്റായി മാറട്ടെ. അപ്പോൾ പടം അടിച്ച് പൊളിക്കാം. നമുക്ക് തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാം. സിനിമ വിജയിക്കണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.